നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര ഈ നക്ഷത്രക്കാരുടെ 2024 മെയ് മാസം 15-ാം തീയതി മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർവേശ്വരകാരകനായ വ്യാഴൻ്റെ അനുകൂല സ്ഥിതി പൂർണ്ണമായും ഉണ്ടാകുന്നു. എന്നാൽ ചാരവശാൽ ഏഴര ശനി നിലനിൽക്കുന്ന കാലം ആയതിനാൽ ഒരു മാസം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ 2 മാസം എടുത്തേ അനുഭവത്തിൽ വരികയുള്ളൂ. മനസ്സിൽ പുതിയ പ്ലാനുകൾ ഉണ്ടാകുകയും മുടങ്ങിക്കിടന്ന ബിസിനസ്സുകൾ പുനരാരംഭിക്കുകയും ബിസിനസ്സുകളിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് ഉപരിതല പഠനത്തിന് പ്രതീക്ഷിച്ച സബ്ജക്റ്റുകൾ കിട്ടുകയും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി പഠിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരുകയും അത് വളരെ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു. പുതിയ തൊഴിലുകൾ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ പോകുന്നവർക്കും വളരെ നേട്ടങ്ങളും തൊഴിലിൽ സ്ഥാനക്കയറ്റവും ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകുന്നു. സംഗീതം, നൃത്തം, അഭിനയം എന്നിവ കലയായും തൊഴിലായും സ്വീകരിച്ചിരിക്കുന്നവർക്ക് അനുകൂല നേട്ടങ്ങളും പുതിയ പുതിയ കലകൾ പഠിക്കുവാനും അനുകൂല കാലഘട്ടമാവുന്നു. കുടുംബ വീട് പൊളിച്ച് പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാതെ വരികയും തടസ്സങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരിൽ നിന്നും പ്രതികൂലമല്ലാത്ത അവസ്ഥയുണ്ടാകുകയും വസ്തുതർക്കങ്ങളും വാഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കുവാൻ കഴിയുന്നു. രാഷ്ട്രീയക്കാർക്ക് പുതിയ പദവിയും അംഗീകാരം ലഭിക്കുകയും പല വിധേനയുള്ള ക്ലേശങ്ങളിൽ നിന്നും മോചനങ്ങൾ ഉണ്ടാകുകയും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും ഗൃഹം തുടങ്ങുവാനും കാലം അനുകൂലമായി വരുന്നു. സന്താനയോഗവും മനസ്സിന് ഇടവിട്ട് സങ്കടങ്ങളും സന്തോഷവും ഉണ്ടാകുന്ന സമയവുമാകുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടക്കുകയും കുടുംബസമേതം ഉല്ലാസയാത്രകൾ പോകുവാനും കാലം അനുകൂലമാകുന്നു. അച്ഛൻ, അമ്മ, അമ്മാവന്മാർ ഇവർക്ക് ഇടവിട്ടുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനവും അതുപോലെ ഈ നക്ഷത്രക്കാർക്കുണ്ടായിരുന്ന കൈവേദനയും തോളുവേദനയും കഴുത്തുവേദനയും തൊണ്ടവേദനയും എന്നിവയ്ക്കും ശമനമുണ്ടാകുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്നു. ഡോക്ടർ, പത്രപ്രവർത്തകർ എന്നിവർക്കും കാലം അനുകൂലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനവും ശാസ്താക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ശിവന് മൃത്യുഞ്ജയ അർച്ചന നടത്തുകയും ഹനുമാൻ ക്ഷേത്ര ദർശനവും ഹനുമാന് വടമാല സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു.